എല്ലാവർക്കും SR വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഉണ്ടാക്കാവുന്ന ഒരു പുതിയ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ആട്ടയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മൈദയല്ല. അതിലേക്ക് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ നന്നായി കുഴച്ച് എടുത്ത് വയ്ക്കണം. ഇതേപോലെ നന്നായി സോഫ്റ്റ് ആയിരിക്കണം. നന്നായി കുഴച്ച് നല്ല സോഫ്റ്റാക്കി നമുക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ ഉരുളകളായി എടുത്ത് കൗണ്ടർ ടോപ്പിലിട്ട്, കിച്ചൺ കൗണ്ടർ ടോപ്പ് നന്നായി വൃത്തിയാക്കിയ ശേഷം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി വലുതായി പരത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്കിതേപോലെ പൂരിയുടെ വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പം മാത്രം മതി കേട്ടോ. ചപ്പാത്തിയുടെ വലിപ്പം വേണ്ട, ഈ ഒരു വലിപ്പത്തിൽ മാത്രമേ ഉണ്ടാക്കി വെക്കാവൂ. ഇതേപോലെ പരത്തി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് അധികം ചപ്പാത്തി ചുടുന്നത് പോലെ ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് ചുട്ടെടുക്കരുത്. ചെറിയ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് ലൈറ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഒരുപാട് കുക്ക് ചെയ്ത് ചപ്പാത്തി പോലെ പൊങ്ങി വരാനൊന്നും പാടില്ല. ഒന്ന് ലൈറ്റായിട്ട് അതിന് ഒന്ന് ചൂട് തട്ടി അതിൻ്റെ ഒരു കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് എടുത്തു വയ്ക്കാം. ഞാനിവിടെ പരത്തി വെച്ചതെല്ലാം ഇതേപോലെ ലൈറ്റ് ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ്. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടി ആക്കി വെച്ചതിന് ശേഷം വേണം നമുക്കിനി ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ ഇവിടെ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോ ആണ്. അത് ഈ ബൗളിലേക്ക് ഇടുവാണ്. അത് നന്നായി സ്മാഷ് ചെയ്തെടുക്കണം. നമുക്ക് പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ല എങ്കിൽ ഇതേപോലെ ഇടികല്ല് വെച്ചിട്ട് ഒന്ന് ഇടിച്ച് ഒന്ന് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ എടുക്കാം. പൊട്ടറ്റോ നന്നായി സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ഉള്ളി, പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും കൂടി നന്നായി ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ അകത്തേക്ക്. പിന്നെ ഇതിന് വേണ്ടത് 1 സ്പൂണ് ഗരം മസാലയാണ്. ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ആയാലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റാണ്. അത് ഇട്ട് കൊടുത്ത് ഒരു ഹാഫ് ലെമണ് സ്ക്യൂസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുക്കറിൽ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ചിക്കൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല എങ്കിൽ ഇത് മാത്രം മതി നമ്മൾക്ക് ഇതിന് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ. ബോണോട് കൂടിയുള്ള ചിക്കനാണ് ഞാൻ ഇതേപോലെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്തുനിന്ന് ഇത് നമ്മുടെ ബോണില്ലാതെ മാറ്റി വയ്ക്കാം. എന്നിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ആക്കിയെടുക്കാം. ഒരുപാട് ഫില്ലിംഗ് ഒന്നും ആവശ്യമില്ല, കുറച്ച് മതി. എല്ലാം കൂടി ആകുമ്പോഴും ഒത്തിരി അധികമാവും. അതുകൊണ്ട് കുറച്ച് ചിക്കൻ മാത്രമേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതേപോലുള്ള ചെറിയ കുഞ്ഞ് ചപ്പാത്തി എടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് അധികമാവേണ്ട, എന്നാലും ഇത് എല്ലാവരുടെയും ആവുന്നത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ നിന്ന് ഒരു കട്ട്ലറ്റിൻ്റെ വലുപ്പത്തിൽ എടുത്ത് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ചുകൂടി മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾക്കിതൊന്ന് മടക്കിയെടുക്കാം. ഒന്ന് അമർത്തി വെച്ച് കൊടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് ഒട്ടിച്ചു കൊടുക്കരുത്. ഇതേപോലെ ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും ഉണ്ടാവുക. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ആദ്യം ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്യുക, അതിനുശേഷം മൊസറല്ല ചീസ് ഇടുക, പിന്നെ ഫില്ലിങ്സ് എടുത്ത് അതിലൊന്ന് ഒരു സൈഡ് മാത്രം അമർത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ പിന്നീട് ആദ്യവും കുറച്ച് മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്തിട്ടതിന് ശേഷം മടക്കിയെടുക്കാം.
എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 2 സ്പൂണ് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നോർമൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ല എങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. പാൻ ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇത് നേരത്തെ നമ്മൾ ചെറിയ ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി ഈ ചെറിയൊരു തീയിൽ വേണം ഇത് കുക്കായിട്ട് വരാൻ. അതുകൊണ്ട് ലൈറ്റ് ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും മറിച്ച് വന്നിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതുപോലെ 2-3 ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് അധികം വെച്ച് ഇത് മറിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇത് മറിച്ചിടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചാലാണ് നന്നായിട്ട് മൊസറല്ല ചീസൊക്കെ ഒന്ന് ഇതായി അതിനൊന്ന് ബൈൻഡായി വരുന്നത്. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ച് ഇടാൻ. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ്. ആ മൊസറല്ല ചീസിൻ്റെയും പിന്നെ നമ്മുടെ ഫില്ലിങ്സിൻ്റെയും ഒക്കെ ടേസ്റ്റ് അതൊന്ന് പ്രത്യേകം എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് പൊക്കി വെച്ച് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അടിഭാഗവും നന്നായി കുക്ക് ചെയ്ത് കിട്ടും. എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.